ഒരു ദിവസം വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിറങ്ങവേ എന്നും വിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ വന്നിരുന്ന ഒരു കുട്ടിയെ കണ്ടുമുട്ടി. എന്താ ഇപ്പോൾ കുർബാനയ്ക്ക് വരാറില്ലേ? ഇല്ല ചേച്ചി. ജീസസ് യൂത്തിൻ്റെ ആക്റ്റീവായ മോൾക്ക് ഇതെന്താ പറ്റിയേ ചേച്ചി? അവളുടെ കണ്ണ് നിറയാൻ തുടങ്ങി. ചേച്ചിക്ക് അറിയില്ലേ എൻ്റെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ? അറിയാമല്ലോ ചേച്ചി. എല്ലാവരും പറയാ ആ പപ്പയുടെയും അമ്മയുടെയും മകളല്ലേ. അതിനെന്താ ചേച്ചി? എനിക്ക് പറ്റുന്നില്ല മോളെ. അതെല്ലാം പോട്ടെ. നീ ആരാണ്? നിൻ്റെ ഹീറോ ആരാണ്? ഈശോ. ഈശോയാണ് എൻ്റെ ഹീറോ. അവളുടെ കണ്ണിലെ തിളക്കം കണ്ടു. എന്നിട്ടാണോ കരയാൻ നിൽക്കുന്നത്? നീ ഇറങ്ങണം. ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. നിൻ്റെ കുറവുകളെപ്പറ്റി പറയുന്നവരെ ചിരിച്ചു തള്ളണം. നിന്നെ അറിയുന്ന ഈശോയിലൂടെ യുവജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണം. കാരണം ഈശോയാണ് മോളുടെ ഹീറോ. ഒരു കുഞ്ഞു കഥ പറയട്ടെ. ഒരിക്കൽ ഒരു കവി കുയിലിനോട് ചോദിച്ചു, എന്താണ് ജീവിതം? കുയിൽ മറുപടി പറഞ്ഞു, എന്നിലെ സ്വരം ഒരു ഗാനമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതാണ് ജീവിതം. പിന്നീട് കവി ഒരു മുന്തിരിവള്ളിയോട് ചോദിച്ചു, എന്താണ് ജീവിതം? എന്നിലെ മധുരകരമായ ഫലങ്ങൾ മറ്റുള്ളവർക്ക് ദാനം കൊടുക്കുന്നതാണ് ജീവിതം. കവി വീണ്ടും ഒരു മിന്നാമിന്നിയോട് ചോദിച്ചു, എന്താണ് നിൻ്റെ ജീവിതം? എന്നിലെ വെളിച്ചം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് ഈ ജീവിതം. പുഴക്കരയിലേക്ക് പോയ കവി പുഴയിൽ നീന്തുന്ന മീനിനോട് ചോദിച്ചു, എന്താണ് നിൻ്റെ ജീവിതം? എതിരെ വരുന്ന വെള്ളത്തെ അതിജീവിച്ച് മുന്നേറുന്നതാണ് എൻ്റെ ജീവിതം. കവി പുഴയോട് ചോദിച്ചു, നിൻ്റെ ജീവിതം എന്താണ്? ശാന്തമായി ഒഴുകി കടലിൽ എത്തിച്ചേരുന്നതാണ് എൻ്റെ ലക്ഷ്യം. ഇത് കേട്ട് കവി മനുഷ്യനോട് ചോദിച്ചു, എന്താണ് നിൻ്റെ ജീവിതമെന്ന്? മനുഷ്യൻ ദുഃഖത്തോടെ പറഞ്ഞു, വിചാരിച്ച വഴിയിൽ പോകുന്നില്ല എന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ കുഴപ്പം. അതുമാത്രമല്ല, താങ്കളോട് പലരും പറഞ്ഞില്ലേ അവരുടെ ജീവിതത്തെക്കുറിച്ച്? എനിക്കും ഒന്ന് പറയാനുണ്ട്. കുയിലിൻ്റെ പാട്ടൊക്കെ കൊള്ളാം, പക്ഷേ വർണ്ണകരമായ ചിറകുകൾ കൂടി ഉണ്ടെങ്കിൽ ഇമ്പകരമായേനെ പാട്ട്. മുന്തിരിവള്ളി അതിൻ്റെ മധുരകരമായ കായയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയാത്ത മുന്തിരിവള്ളി സ്വയം അതിൻ്റെ കായയെക്കുറിച്ച് പറയാൻ എങ്ങനെ കഴിയും? മിന്നാമിന്നി അതിൻ്റെ ഇത്തിരിയില്ലാത്ത വെട്ടത്തെ കൊണ്ട് എന്ത് ചെയ്യാനാണ്? കവി അതിൻ്റെ ഇടയിൽ കയറി പറഞ്ഞു, ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കുഴപ്പം. നിന്നിൽ എന്തുണ്ടോ അത് ത്യാഗമായി, സ്നേഹമായി, ദാനമായി, പ്രകാശമായി മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ജീവിതം മനോഹരമാകും. എന്നിലും നിന്നിലും ഉള്ളത് എന്തെന്ന് കണ്ടെത്തുവാൻ, ഉള്ളത് കൊടുക്കുവാൻ, ജീവിതത്തിലെ പ്രതിസന്ധികൾക്കെതിരെ നീന്തുവാൻ, ജീവിതം ശാന്തമായി, ത്യാഗമായി, സ്നേഹമായി ഒഴുകുവാൻ സാധിക്കട്ടെ. ഇത് കേട്ട് അവളുടെ മുഖത്ത് കുറച്ച് പുഞ്ചിരിയൊക്കെ വന്നു. ഇത് തന്നെയാണ് എല്ലാവരോടും പറയാനുള്ളത്. നിൻ്റെ ഹീറോ ഈശോയാണെങ്കിൽ നീ ഇറങ്ങണം. പ്രതിസന്ധിയിൽ ചോദ്യചിഹ്നത്തിന് മുന്നിൽ നിൻ്റെ കുറവുകൾ അനേകമുണ്ടെങ്കിലും പരിഹസിക്കുന്നവർ ചുറ്റുമുണ്ടെങ്കിലും നിന്നിലുള്ള നന്മ അതെന്താണെങ്കിൽ പകർന്നു കൊടുക്കുവാൻ സാധിക്കട്ടെ. കാരണം ഈശോയാണ് എൻ്റെയും നിൻ്റെയും ഹീറോ.